പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ ചൊവ്വാഴ്ച 1.45 ട്രില്യൺ രൂപയുടെ 10 മൂലധന ഏറ്റെടുക്കൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു. ആഭ്യന്തര പ്രതിരോധ നിർമ്മാണം വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ സായുധ സേനയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കാനുമാണ് ഈ തീരുമാനം ലക്ഷ്യമിടുന്നത്. ആന്റി സ്റ്റോക്ക് ബ്രോക്കിംഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അംഗീകാരം പ്രതിരോധ മേഖലയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഗണ്യമായ നേട്ടമുണ്ടാക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയിലെ ആഭ്യന്തര പ്രതിരോധ നിർമ്മാണം ഗണ്യമായ വളർച്ച കൈവരിച്ചിട്ടുണ്ട് എന്നും ഈ പാതയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായുമാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. DAP 2020 പ്രകാരം ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ വിഭാഗങ്ങളുടെ മൂലധന സംഭരണത്തിന് കീഴിൽ ഏകദേശം 3.61 ട്രില്യൺ രൂപ വിലമതിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് സാമ്പത്തിക വർഷം 2024 സർക്കാർ സ്വീകാര്യത നൽകിയിരുന്നു. ഈ ആധുനികവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ കരസേനയ്ക്ക് ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾസ് അഥവാ FRCV ലഭിക്കും. ഫ്യൂച്ചറിസ്റ്റിക് മെയിൻ ബാറ്ററി ടാങ്കുകളായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മികച്ച ചലനശേഷി, എല്ലാ ഭൂപ്രദേശങ്ങളിലും ചലിക്കാനുള്ള ശേഷി, ബഹുതല സംരക്ഷണങ്ങൾ, കൃത്യതയും മാരകവുമായ അഗ്നിശമന ശേഷികൾ, തത്സമയ സാഹചര്യ അവബോധം എന്നിവയെല്ലാം ഇതിന്റെ സവിശേഷതകളാണ്. ഇതുകൂടാതെ എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാറുകളും വാങ്ങും. ഈ റഡാറുകൾ ആകാശ ലക്ഷ്യങ്ങൾ കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും ഫയറിംഗ് പരിഹാരങ്ങൾ നൽകുകയും ചെയ്യും. അതുപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് 3 AONകളും അനുവദിച്ചിട്ടുണ്ട്. ഡോർണിയർ 228 വിമാനങ്ങൾ, പരിക്കൻ കാലാവസ്ഥയിൽ ഉയർന്ന പ്രവർത്തന സവിശേഷതകളുള്ള നെക്സ്റ്റ് ജനറേഷൻ ഫാസ്റ്റ് പെട്രോൾ വെസലുകൾ, നൂതന സാങ്കേതിക വിദ്യയും മെച്ചപ്പെട്ട ദീർഘദൂര പ്രവർത്തനങ്ങളുമുള്ള അടുത്ത തലമുറ ഓഫ്ഷോർ പെട്രോൾ വെസലുകൾ എന്നിവ ICGയുടെ നിരീക്ഷണവും പെട്രോളിംഗും നടത്താനുള്ള കഴിവ് വർദ്ധിപ്പിക്കും. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നതിന് മുമ്പ് സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റി തിങ്കളാഴ്ച സുഖോ 30 MKI ഫൈറ്റർ ജെറ്റ് ഇടപാടിനായി പുതിയ എഞ്ചിനുകൾ വാങ്ങുന്നതിനും അംഗീകാരം നൽകിയിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് അതിന്റെ കോരാപൂട്ട് പ്ലാന്റിൽ അവ നിർമ്മിക്കാൻ 26,000 കോടി രൂപയുടെ കരാർ നേടിയത്. AL-31 FP എഞ്ചിനുകൾ 8 വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യും. കൂടാതെ 54% തദ്ദേശീയമായി തന്നെ ഉള്ളടക്കമായിരിക്കും ഇതിലുണ്ടായിരിക്കുക. അതായത് 54% തദ്ദേശീയമായി തന്നെ ആയിരിക്കും ഈ എഞ്ചിനുകൾ നിർമ്മിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള CCS ഇവയിൽ 240 എണ്ണത്തിന്റെ ഓർഡറിന് അനുമതി നൽകി കഴിഞ്ഞു. ഈ ഏറ്റെടുക്കലിൽ 99% തദ്ദേശീയ സ്രോതസ്സുകളിൽ നിന്നുള്ളതാണ് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ AONകളുടെ ആകെ വിലയുടെ 99% ഇന്ത്യൻ സ്വദേശി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചതും നിർമ്മിച്ചതുമായ തദ്ദേശീയ സ്രോതസ്സുകളിൽ നിന്ന് ഉള്ളതാണ്. ഈ എയർ ഡിഫൻസ് എയർ കൺട്രോൾ റഡാറുകൾ രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചതും ആർമഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് ആണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് ഒരു വമ്പൻ നേട്ടമാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.